ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്താ യൂണിറ്റിൻ്റെ പേര്? മിയോ. നമ്മൾ ആരേനെയോ മീറ്റ് ചെയ്തു അല്ലേ? ആരേനെയാണ് മീറ്റ് ചെയ്തത്? ഡു യു റിമെമ്പർ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? യെസ്, വി മെറ്റ് എ ബോയ് ആൻഡ് ഹിസ് പപ്പി. നമ്മൾ ഒരു ആൺകുട്ടീനെയും അതുപോലെ തന്നെ അവൻ്റെ നായക്കുട്ടീനെയും കണ്ടുമുട്ടിയില്ലേ? വാട്ട് വേർ ദേ ഡൂയിങ്? ദേ വർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുന്നു അല്ലേ? ദെൻ സമ്മൺ കിക്ക് ദ ബോൾ. ഹൂ കിക്ക് ദ ബോൾ? ആരോ ഒരാൾ കിക്ക് ചെയ്തു അല്ലേ ബോൾ? ആരാ അത്? ഹൂ കിക്ക് ദ ബോൾ? യെസ്, ക്ലിൻ കിക്ക് ദ ബോൾ. ക്ലിൻ്റ് ആണല്ലേ കിക്ക് ചെയ്തത് ബോളിനെ. ദെൻ ഹൂ റാൻ ആഫ്റ്റർ ദ ബോൾ? ആരാണ് ബോളിൻ്റെ പിറകെ ഓടിയത്? യെസ്, സിപ്പി റാൻ ആഫ്റ്റർ ഇറ്റ്. ആക്ടിവിറ്റി 5. Look at the picture. What do you see in the picture? There is a bookshelf with lot of books. Then what happened to the books? The books fell down. എങ്ങനെയാണ് ബുക്സ് നിലത്തോട്ട് വീണത്? How did the books fell down? Can you guess? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? Yes, the ball hit on the bookshelf and the books fell down. ബോൾ എന്ത് ചെയ്തു? ബോള് ബുക്ക് ഷെൽഫിലോട്ട് പോയി തട്ടി അല്ലേ? അങ്ങനെ ബുക്സ് എല്ലാം നിലത്തോട്ട് വീണു. ആക്ടിവിറ്റി 6. ക്യാൻ യു മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് ദ ഇവൻറ്റ്സ്? ദ ഇവൻറ്റ്സ് ആർ ഗിവൺ ആസ് സ്റ്റിക്കേഴ്സ്. അതായത് ഈ സ്റ്റോറിയുടെ സന്ദർഭങ്ങൾ നമുക്ക് സ്റ്റിക്കർ രൂപത്തിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ പിക്ചേഴ്സും അതുപോലെ തന്നെ ഇവൻറ്റ്സും മാച്ച് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഓക്കെ, ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ക്ലിൻ കിക്ക്ഡ് ദ ബോൾ. ക്ലിൻ്റെ ബോൾ കാലുകൊണ്ട് തട്ടി. നെക്സ്റ്റ് എന്താണ്? ദ ബോൾ ഹിറ്റ് ഓൺ ദ ബുക്ക് ഷെൽഫ്. പന്ത് ബുക്ക് ഷെൽഫിൽ തട്ടി. നെക്സ്റ്റ് എന്താണ് സ്റ്റിക്കർ? ദ ബുക്സ് ഫെൽ ഡൗൺ. എന്താണ്? ബുക്കുകളെല്ലാം നിലത്തേക്ക് വീണു. ബുക്ക് ഷെൽഫിലത്തെ ബുക്സ് എല്ലാം വീണു അല്ലേ? അപ്പോൾ ക്ലിൻ്റെ എന്താവും ചെയ്തിട്ടുണ്ടാവുക? എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ക്ലിൻ്റ് റൂമിലോട്ട് ഓടിപ്പോകൂല്ലേ? വെൻ ദ ബുക്സ് ഫെൽ ഡൗൺ ക്ലിൻ്റ് റാൻ ഇൻ ടു ദ റൂം. ക്ലിൻ്റ് റൂമിലേക്ക് ഓടിപ്പോയി. ദെൻ വാട്ട് ഡിഡ് ഹി സീ ദർ? എന്തായിരിക്കും അവൻ അവിടെ കണ്ടിട്ടുണ്ടാവുക? എന്താണ് അവൻ കണ്ടത്? നിങ്ങൾക്ക് എന്താ കണ്ടതെന്ന് അറിയണമെങ്കിൽ ലെറ്റ്സ് ഗോ ടു ആക്ടിവിറ്റി 7. ആക്ടിവിറ്റി 7 എടുക്കൂ. ഹി സോ ദ ബുക്സ് ഓൺ ദ ഫ്ലോർ. അവൻ ബുക്സ് എല്ലാം നിലത്ത് കിടക്കുന്നത് കണ്ടു അല്ലേ? ഓൾ ദ അനിമൽസ് ആൻഡ് ദ ബേർഡ്സ് ഇൻ ദ ബുക്സ് ഹാഡ് കം ഔട്ട്. ആ ബുക്കിലുണ്ടായിരുന്ന എല്ലാ അനിമൽസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, അതുപോലെ തന്നെ ബേർഡ്സ് പക്ഷികളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നു. ലുക്ക് അറ്റ് ദ പിക്ചറിലേക്ക് നോക്കൂ. ഡു യു സീ ദ അനിമൽസ് ആൻഡ് ദ ബേർഡ്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബുക്സ്? കണ്ടോ നിങ്ങൾ? യെസ്, വി ക്യാൻ സീ ദം. നമുക്ക് കാണാൻ കഴിയല്ലേ? ബുക്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അനിമൽസിനെയും ബേർഡ്സിനെയും കാണുന്നുണ്ടോ? ദെൻ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഹൂ ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബുക്സ്? ആരാണ് ബുക്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്? ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ്. അവരെ തിരിച്ചറിയുക, അവരുടെ പേരുകൾ ബോക്സസിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് ബേർഡ്സ് പറയാം. ഈഗിൾ എന്ന് പറഞ്ഞാൽ പരുന്ത്. പരുന്തിന് എന്താ പറയുക? ഈഗിൾ. EAGLE, ഈഗിൾ. പിന്നെ ഏത് ബേർഡാണത്? ക്രോ. CROW, ക്രോ, കാക്ക. പിന്നെ ഏതാ? പാരറ്റ്, തത്ത. അറിയാലോ, സ്പെല്ലിംഗ് അറിയാലോ? PARROT, പാരറ്റ്. ഡക്ക് ഉണ്ടല്ലേ? DUCK, ഡക്ക്. ഇനി നമുക്ക് അനിമൽസിൻ്റെ പറയാം. മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. സ്പെല്ലിംഗ് എന്താ? MONKEY, മങ്കി. അവിടെ ഒരു മൗസ് ഉണ്ടല്ലേ? കണ്ടോ? MOUSE, മൗസ്, എലി. റാബിറ്റ് ഉണ്ട്. RABBIT, റാബിറ്റ്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയലല്ലേ? അറിയാലോ. ദെൻ സീബ്ര അല്ലേ? ZEBRA, സീബ്ര. പിന്നെ ഒരു പൂച്ചയുണ്ട് അല്ലേ? CAT, കാറ്റ്. പൂച്ചയ്ക്ക് എന്താ പറയുക? കാറ്റ് അല്ലേ? ആക്ടിവിറ്റി 8.
ക്ലാസിഫൈ ദി ക്യാരക്ടേഴ്സ് ജംപ്ഡ് ഔട്ട് ഓഫ് ദി ബുക്സ്. അതായത് ബുക്സിൽ നിന്ന് പുറത്തേക്ക് വന്ന കഥാപാത്രങ്ങളെ തരംതിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തരംതിരിച്ചിരുന്നു അല്ലേ, ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇത് പറയുന്ന സമയത്ത് തന്നെ അല്ലേ. അനിമൽസും ബേർഡ്സും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ. ഇത് ജസ്റ്റ് പറഞ്ഞു പോവാം. ഏതൊക്കെ അനിമൽസ് ഉള്ളത്? മങ്കി, മൗസ്, റാബിറ്റ്, സീബ്ര, കാറ്റ്. ഇനി ഏതൊക്കെ ബേർഡ്സ് ഉള്ളത്? ഈഗിൾ, ക്രോ, പാരറ്റ്, ഡക്ക്. ആക്ടിവിറ്റി 9 പിക്ചറിലേക്ക് നോക്കൂ, എന്താ കാണുന്നത്? വി ക്യാൻ സീ ക്ലീൻ വിത്ത് ദി ആനിമൽസ് ആൻഡ് ദ ബേർഡ്സ് ദാറ്റ് ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബുക്സ്. പുസ്തകങ്ങളിൽ നിന്ന് ചാടി വന്ന മൃഗങ്ങളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയും കൂടെ ക്ലിൻറ്റിനെ കാണാം അല്ലേ. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ക്ലിൻ ബ്രോഡ് ദ ആനിമൽസ് ആൻഡ് ദ ബേർഡ്സ് ബാക്ക് ടു ദ ബുക്സ് ബട്ട് വൺ വാസ് മിസ്സിങ്. ക്ലിൻറ്റ് അനിമൽസിനെയും ബേർഡ്സിനെയും തിരിച്ചു കൊണ്ടുവരികയാണ് അല്ലേ ബുക്കിലേക്ക്. പക്ഷെ ഒരാൾ മിസ്സിങ് ആണ്. ഹു വാസ് മിസ്സിങ്? ആരാ മിസ്സിങ്? കാറ്റ് വാസ് മിസ്സിങ്. അപ്പോൾ എന്താ അവിടെ എഴുതേണ്ടത്? ദ കാറ്റ് വാസ് മിസ്സിങ്. കാറ്റാണ് മിസ്സായിരിക്കുന്നത് അല്ലേ. ആക്ടിവിറ്റി 10 എന്താ നോക്കൂ. ആക്ടിവിറ്റി 10 എ കാറ്റ് വാസ് മിസ്സിങ്. ക്ലിൻ ലുക്ക്ഡ് എവ്രിവേർ. വേർ ഡിഡ് ദ കാറ്റ് ഗോ? ഒരു കാറ്റിനെ കാണാതെ ഇല്ലേ? ഒരു കാറ്റിനെ കാണാനില്ല. ക്ലിൻറ്റ് എല്ലാവരുടെയും തിരഞ്ഞു അല്ലേ. വേർ ഡിഡ് ദ കാറ്റ് ഗോ? പൂച്ച എവിടെ പോയി? അവിടെ നോക്കൂ, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. എവിടെയാ അത്? കിച്ചൺ ആണല്ലേ അല്ലേ, അടുക്കളയല്ലേ അത്. അപ്പം എന്താ എഴുതുക നമ്മൾ? ദ കാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. പോയി എന്നുള്ളതിന് വെൻറ്റ് എന്നാണ്. അപ്പോൾ എന്താ അവിടെ സെൻറ്റൻസ് എഴുതുക? ദ കാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. പൂച്ച അടുക്കളയിലേക്ക് പോയി. ആക്ടിവിറ്റി 11 ലുക്ക് അറ്റ് ദ പിക്ചർ. വേർ ഈസ് ക്ലീൻ നൗ? ക്ലിൻറ്റ് എവിടെയാ? ഹീസ് ഇൻ ദ കിച്ചൺ. അവൻ അടുക്കളയിലാണല്ലേ. ദെൻ ഹു ഈസ് ദാറ്റ് വുമൺ? ആരാണ് ആ സ്ത്രീ? വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ കേട്ടോ. ആരാണ് ആ വുമൺ? ഈസ് ഷീ ക്ലീൻസ് മോം? അവർ ക്ലിൻറ്റിൻ്റെ അമ്മയാണോ? യെസ്, ഷീ ഈസ് ക്ലിൻസ് മോം. അതെ അല്ലേ, അവർ ക്ലിൻറ്റിൻ്റെ അമ്മയാണ്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. സംഭാഷണം പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ക്ലിൻറ്റ് എന്താ ചോദിക്കാൻ നോക്കൂ. മോം, ഡിഡ് യു സീ എ കാറ്റ്? അമ്മേ, നിങ്ങളൊരു കാറ്റിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താവും മദർ പറഞ്ഞിട്ടുണ്ടാവുക എന്നാൽ നമ്മൾ എഴുതണം. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വിച്ച് കാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ഏത് കാറ്റ്, ഏത് പൂച്ച എന്ന് ചോദിക്കൂലേ അമ്മ. അപ്പോൾ ക്ലിൻറ്റ് എന്താ പറയുക? കാറ്റ് ജംപ്ഡ് ഔട്ട് ഓഫ് മൈ സ്റ്റോറി ബുക്ക്. എൻ്റെ സ്റ്റോറി ബുക്കിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന പൂച്ച. അപ്പോൾ എന്തായിരിക്കും മദർ പറഞ്ഞിട്ടുണ്ടാവുക? സോറി, ഐ ഡിഡ്ന്റ് സീ ദ കാറ്റ്. ഞാൻ പൂച്ചേനെ കണ്ടില്ല. ആക്ടിവിറ്റി 12 ഇൻ ദ പിക്ചർ വി ക്യാൻ സീ പപ്പി ഈസ് ലൈയിങ് ഓൺ എ മാറ്റ്. നായ്ക്കുട്ടി മാറ്റിൻ്റെ മുകളിൽ കിടക്കുകയാണല്ലേ. ലുക്ക് അറ്റ് ദ പപ്പി. ഈസ് ഹി ഹാപ്പി? പപ്പീനെ നോക്കൂ, അവൻ ഹാപ്പി ആയിട്ടാണോ? നോ, ഹീ ഈസ് നോട്ട് ഹാപ്പി. ഹീ ഈസ് ക്രൈയിങ്. വൈ ഈസ് ഹി ക്രൈയിങ്? എന്തിനാണ് അവൻ കരയുന്നത്? ക്ലിൻസ് മദർ സ്കോൾഡഡ് ക്ലിൻറ്റ്. ക്ലിൻറ്റിനെ ചീത്ത പറഞ്ഞു ക്ലിൻറ്റിൻ്റെ അമ്മ. പപ്പി ലവ്സ് ക്ലിൻറ്റ് വെരി മച്ച്. പപ്പിക്ക് ക്ലിൻറ്റിനെ വലിയ ഇഷ്ടമാണ്. ദാറ്റ്സ് വൈ ഹീ ഈസ് ക്രൈയിങ്. അതുകൊണ്ടാണ് അവൻ കരയണത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.